ആ ബീനെ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് പോവുമല്ലേ? ഇന്ന് പോവാ. അയ്യോ, എനിക്ക് വിഷമമായല്ലോ. ലത പോയ പോലെ അതിലും വലിയ അതുപോലെ സങ്കടമായിപ്പോയി. ഇപ്പം എടുത്ത വീടൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. നല്ല വീടാണോ? കുഴപ്പമില്ല. സൗകര്യങ്ങളുണ്ടോ? അത്യാവശ്യം. അപ്പോൾ എനിക്ക് വിഷമം. എനിക്ക് എൻ്റെ ലത പോകുമ്പോൾ ലത പോയപ്പോൾ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു. അവർ 7 കൊല്ലം ഉണ്ടായിരുന്നല്ലോ ലത. ലത. അപ്പം ഇങ്ങോട്ട് മുഖം കാണി, നീ സുന്ദരിയല്ലേ, പിന്നെന്താ? പ്രിയപ്പെട്ടവരെ, ഇതെൻ്റെ ബീനയാണ്. എനിക്ക് മകളെ പോലാണ് ബീന. ഇവിടെ ഇപ്പം 2 വർഷമായിട്ട് ഇവിടെ നമ്മുടെ തൊട്ടടുത്ത് താമസിച്ചിരുന്നു. ഇപ്പം നമ്മുടെ സിൽവി വന്നതിന് തൊട്ട വീട്, അപ്പുറത്തെ വീട്, അത് പോയിട്ട് ഇപ്പോൾ അവർക്ക് വീട് പണി ഇവിടെ നടക്കുകയാണ്. അപ്പോൾ അത് കാരണം ആ കുട്ടി വേറെ ഇപ്പോൾ തൽക്കാലത്തേക്കൊരു വാടക വീടൊക്കെ എടുത്തിട്ട് താമസിക്കാൻ പോവാണ്, ബീനയും ശ്രീകുമാറും. ഇതിനു മുമ്പ് ഞാൻ ബീനയോടൊപ്പം ഒരു വീഡിയോ എടുത്ത് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബീന പോകുന്നു, അത് കാരണം എനിക്ക് ഭയങ്കര സങ്കടം കേട്ടോ. പിന്നെ നമുക്ക് അയൽപക്കമല്ലേ വലുതല്ലേ, നീ വരണേ കുട്ടിയെ. ഇടയ്ക്കിടയ്ക്ക് വരണേ. അവിടെ ആരൊക്കെ ഉണ്ട്? ആരുമില്ല, പോയിട്ടല്ലേ ഉള്ളൂ. അല്ല, അവിടെ ഒരമ്മൂമ്മേ ഒരപ്പൂപ്പനും. ഇത് സ്റ്റാൻഡിൽ വെച്ചിരുന്നെങ്കിൽ നമുക്ക് ഇരുന്ന് ഫ്രീ ആയിട്ട് സംസാരിക്കാമായിരുന്നു. അപ്പോൾ അത് കാരണം പാട്ട് ഏത് അത്. അപ്പോൾ ബീന ഇവിടുന്ന് ഇന്ന് പോവുകയാണ്. പിന്നെ ആ കുട്ടി അവിടെ നമ്മുടെ ഇവിടുന്ന് തന്നെ അധികം ദൂരമൊന്നും ഇല്ല, വാടകയ്ക്ക് താമസിക്കാനായിട്ട് പോവുക. അപ്പോൾ എനിക്കത് ഭയങ്കര വിഷമം. ബീനെ പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നീ പോകുന്നതിന് മുമ്പ് എന്നോട് കുറച്ച് വിശേഷങ്ങൾ പറ. നല്ല വിശേഷം. ഇത് വിശേഷിച്ചെന്ത് പറയാനോ ഒന്നുമില്ല. ടീച്ചർ എന്നും കാണുന്നതല്ലേ, അത് തന്നെ. ഇനിയും കാണാലോ. നീ ഇടയ്ക്കൊക്കെ വരണം കേട്ടോ. പിന്നെ വരാതിരിക്കില്ല, ഇടയ്ക്കൊക്കെ വരണേ. കോഴിക്കോട് എന്തുണ്ട് പോയിട്ട്? കോഴിക്കോട് എന്ത് നല്ല മഴയാണ് അവിടെ. നല്ല മഴയാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി എന്തോ ഗെറ്റ് ടുഗദർ ഉണ്ടോ? ഗെറ്റ് ടുഗദർ ഉണ്ട് കൂട്ടുകാരുടെ. അതെന്നാ? അത് 22-ാം തീയതി. അപ്പൊ കുമാർ പോയിക്കോളാൻ പറഞ്ഞോ? ബീന ഇന്നാളേ പിന്നെ രജനി വന്ന് പറയാ, ഞാൻ കണ്ടില്ല, ഏതോ ഒരു ഇതിനകത്തുണ്ട് എന്താ ഗെറ്റ് ടുഗദറിന് 10ാം ക്ലാസ് പിള്ളേരെല്ലാം ഗെറ്റ് ടുഗദറിന് പോയത്രേ. പോയിട്ട് പണ്ട് 10ാം ക്ലാസ്, ഇതിന് 50 വയസ്സുണ്ട്. പണ്ട് 10ാം ക്ലാസ്സിൽ പഠിച്ച പഴയ കൂട്ടുകാരനുമായിട്ട് സ്ഥലം വിട്ടെന്ന്. ആര് പറയാ? 10ാം ക്ലാസ് പഠിക്കുന്ന എന്താ അത്? അതുകൊണ്ട് നീയേ പിന്നെ പോകുമ്പോ കൂട്ടുകാരോടൊക്കെ പറയാ, ആ സ്നേഹബന്ധം കുട്ടിക്കാലത്തുണ്ടായിരുന്ന അതൊക്കെ എല്ലാവരും കൂടെ ചേരുമ്പോൾ ഒരു സന്തോഷം. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും അത് പോരാ. കഥ ആരാണ്ട് തമാശ പറഞ്ഞിരിക്കുന്നത് കേട്ടോ, ഇത് വെറുതെ തമാശ അടിക്കുകയാണ്. പിന്നെ കല്യാണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കല്യാണമൊക്കെ അടിപൊളിയായിട്ട്. ആണോ? ഇനിയിപ്പോൾ എന്താ ഫംഗ്ഷൻ ഉള്ള അവിടെ? കോഴിക്കോടൊന്നുമില്ലേ? അപ്പൊ ഇപ്പം മുങ്ങിക്കൊണ്ടിരുന്ന പോലെ നീ മുങ്ങുകയല്ലല്ലോ കോഴിക്കോടൊക്കെ. എന്നെ ഇട്ടേച്ച് നീ മുങ്ങുകയല്ലായിരുന്നോ? ബീന നല്ലൊരു കുട്ടിയാണ്, നല്ലൊരു അയൽവക്കമായിരുന്നു. എനിക്ക് മകളെ പോലെ ആയിരുന്നു. ഞാൻ തുറന്നു പറയാമല്ലോ, എനിക്ക് ചിലപ്പോഴൊക്കെ ഈ ഷുഗർ ഉള്ളതുകൊണ്ട് ഇത്തിരി മടിയൊക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ സത്യം ബീനെ, സത്യം. ഞാൻ അതല്ല, അന്നേരം ഞാൻ ബീനയെ, നമ്മുടെ മക്കളെ പോലെ ബീനെ, എനിക്ക് പിന്നെ ക്ഷീണം വരുന്നു, എനിക്ക് എന്തോ ഷുഗർ കുറഞ്ഞെന്ന് തോന്നുന്നു. അപ്പോഴവള് പറയും, ടീച്ചർ ഷുഗർ എങ്ങാനും കുറഞ്ഞോ, എന്തെങ്കിലും ഇത്തിരി ഫുഡ് ഞാൻ എന്തെങ്കിലും എളുപ്പം ഉണ്ടാക്കി തട്ടെ എന്ന് പറഞ്ഞ് എളുപ്പം ഈ കുട്ടി എന്തെങ്കിലും ഉണ്ടാക്കി എനിക്ക് തരും. തൊട്ട വീടാ, അവിടുന്ന് ഈ വീട്ടിലേക്ക്, അവളുടെ വീട്ടിൽ നിന്ന് ഈ വീട്ടിലേക്ക് 1 സെക്കൻഡ് മതി. എന്നാലും കൂടി എനിക്കുണ്ടല്ലോ, ഞാനുള്ള കാര്യം പറയാല്ലേ ബീനെ, ഒരാൾ എന്തെങ്കിലും ഉണ്ടാക്കി തന്നാലേ, ഒരാൾ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും അങ്ങനെയല്ലേ, ഒരാളുടെ കൈകൊണ്ട് ഉണ്ടാക്കി കിട്ടുന്ന ഇഷ്ടമാണ് അല്ലേ? നമ്മൾ തന്നെ ഉണ്ടാക്കി എന്നും കഴിക്കുമ്പം ഞാൻ എത്ര കാലം എനിക്ക് എൻ്റെ അമ്മയെ മിസ് ചെയ്യും ബീനെ. ഇടയ്ക്കിടയ്ക്ക് എന്നറിയോ, അമ്മ ഒരു വീക്ക്നെസ്. അയ്യോ, പിന്നെ ഞാൻ ആലോചിക്കും, ദൈവമേ
അമ്മയുള്ളപ്പോഴേ അമ്മയുള്ള കാലത്തൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു വിശപ്പൊക്കെ ഉണ്ടാകുമ്പോൾ അമ്മ എനിക്ക് വിശപ്പ് എന്ന് പറഞ്ഞാൽ ഉടനെ അല്ലേ അത് എനിക്കങ്ങ് ഭയങ്കര വിഷമമാണ്. അപ്പോൾ എനിക്ക് ഇപ്പോഴും ഇവിടെ വിഷമം നീ പോവാന്ന് പറഞ്ഞപ്പോൾ ഞാൻ സത്യമായിട്ട് ഞാൻ മാഷോട് പറഞ്ഞു. ഈ കുട്ടി ശിൽവിയോടും കൂടെ നിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അവൾ പോവാണ്. അപ്പോൾ എനിക്കത് ഇതുപോലെ ആനക്കാര്യമല്ലല്ലോ, അതൊക്കെ വലിയ കാര്യമാണ് കുട്ടി. ഒരു നേരം നമുക്ക് ക്ഷീണം തോന്നുമ്പം ടീച്ചർക്ക് പിന്നെ വയ്യേ എന്നാൽ ഞാൻ ചായ ഇട്ട് തരട്ടെ, അല്ലെങ്കിൽ കാപ്പി കൊണ്ടുവരട്ടെ, അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കി തരട്ടെ, ഇതൊക്കെ ചോദിക്കുന്ന വലിയ കാര്യമാണ് മോളെ. ഒരു 10,000 രൂപയോ 10 ലക്ഷം രൂപയോ തരുന്നതിനേക്കാട്ടിൽ വലിയ കാര്യമാണ് നമുക്ക് വയ്യാതെ ഒത്തിരി ക്ഷീണം തോന്നുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ഗ്ലാസ് വെള്ളം ഇട്ട് തരാൻ ഒരാൾ, പ്രത്യേകിച്ച് എൻ്റെയൊക്കെ പ്രായത്തിൽ പിന്നെ സത്യമാണ് ഞാൻ പറയുന്നത്. അതെനിക്കും എപ്പോഴും അതെൻ്റെ മനസ്സിൽ കിടക്കും. അയ്യോ ബീന ഉണ്ടായിരുന്നെങ്കിൽ ബീന, ഇനിയിപ്പോൾ ഷെൽവി ഉണ്ട്, അതുകൊണ്ട് പിന്നെ ഞാൻ ഷെൽവി ഉണ്ട്, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. അപ്പോൾ അവിടെ പോയി പുതിയ വീട്ടിലൊക്കെ പോയി സുഖമായിട്ടൊക്കെ ഇരിക്കുക. ബിസിനസ്സൊക്കെ വെച്ചടി കയറട്ടെ. സത്യം മോളെ, എനിക്ക് എപ്പോഴും അതുണ്ട്. ബിസിനസ്സൊക്കെ വെച്ചടി കയറട്ടെ. പിന്നെ അവിടെ ചെന്നിട്ട് കുട്ടികളില്ലല്ലോ, ഒരു കുഞ്ഞുണ്ടാകാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. അത്ര പ്രായമൊന്നും ആയിട്ടില്ല കുട്ടിയെ നിങ്ങൾക്ക്. എന്താ അയ്യോ അത് എവിടെ കിട്ടും? അയ്യോ ഇവിടെ എവിടെയും നടക്കുന്നുണ്ടായിരിക്കും അത്. പൂച്ച കിങ്ങിണി ഇവരുടെ ഫേവറേറ്റ് പൂച്ചയാണ്. അതിനെ ഇവർ പോകാൻ നേരത്തെ ഇപ്പം തപ്പുമ്പം പൂച്ചയെ കാണാനില്ല, അതിൻ്റെ സങ്കടത്തിലാവള്. കിട്ടിയാൽ ആ കാർഡ്ബോർഡ് പെട്ടിയിൽ കൊണ്ടുപോകട്ടോ. കൊണ്ടുപോകും. അതൊക്കെ എനിക്ക് സന്തോഷം, കാരണം അത് അനാഥമായിട്ട് നടക്കാതിരിക്കട്ടെ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എനിക്ക് എൻ്റെ കുട്ടി പോകുന്നതിലുള്ള ഒരു സങ്കടവും വിഷമവും ഒക്കെ ഉണ്ട്. ഇങ്ങോട്ടൊന്ന് മുഖം കാണിക്കൂ.